ഇതെന്നാട്ടോ മയിലാട്ടോ പാത്രിക പുലിയാട്ടോ പാത്രിക ഇതെന്നാട്ടോ? ഇത് മാർഗം കളി. ഒരു മാർഗം ഇല്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ, മാർഗം കളി. ദുബായിലും അവിടെ ഇവിടെയൊക്കെ പോയി ചില കുൽസിതങ്ങളൊക്കെ ഇവള് നടത്തുന്നുണ്ട് എന്നുള്ള ചില വിവരങ്ങളും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഷെഫീനയുടെ ചാനൽ അതുമായി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വോയിസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇതുവരെ ആ ഒരു വിഷയത്തിൽ രേണുസുതി ഒരു റിയാക്ട് ഒന്നും ചെയ്തിട്ടില്ല, അവള് പ്രതികരിച്ചിട്ടില്ല. അതിനർത്ഥം എന്താണ്? അതിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പണിയാകുമെന്ന് പേടിച്ചിട്ടാണോ എന്നറിയില്ല. ഇത്രയും വലിയ അലിഗേഷൻസ് ഒക്കെ ഇവളെ കുറിച്ചിട്ട് ഓരോ ആൾക്കാരും പല ആൾക്കാരും വോയിസിലൂടെയൊക്കെ വന്ന് ഷെഫീനയുടെ ചാനലിലൂടെ പറയുന്നുണ്ട്. പക്ഷെ ഇതിനെതിരായിട്ടൊന്നും രേണുസുതി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അപ്പൊ അതിലെന്തോ ഉണ്ട്. തെറ്റ് ചെയ്യാത്തൊരാളാണെങ്കിൽ ഇതുപോലെ ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ ഈ രേണുസുതിയെ കുറിച്ച് പറയുമ്പോൾ അവള് തെറ്റ് ചെയ്തിട്ടില്ല എന്നെങ്കിൽ അവള് പ്രതികരിച്ചേനെ. ഇവിടെ അവള് മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ ഷെഫീനേത്ത പറയുന്നതിൽ എന്തൊക്കെയോ കുറച്ച് കാര്യമില്ലാതില്ല. ഷെഫീനേത്തയുടെ ചാനലിൽ വരുന്ന ഒരുപാട് വോയിസുകൾ, അതും ദുബായിലും അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്തിട്ടുള്ള പല ആൾക്കാരും വന്നിട്ട് ഇവളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കറിയാം ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. നഷ്ടപ്പെട്ട് റൂമിൽ ഇരുന്നിട്ട് റൂം റെന്റ് കൊടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ആളുകൾ എങ്ങനെയെങ്കിലും വീടെത്താന്ന് പിടിക്കുന്നവർക്ക് 5000 സംതിങ് ആണ് ഇപ്പൊ നമ്മൾ യുദ്ധം നിർത്തിയതിന്റെ മുമ്പ് വരെയുള്ള സമയം. ആ സമയത്താണ് ഈ വരവും പോക്കെന്ന് ആലോചിക്കണം. ഇവിടെ ഇപ്പൊ ഏറ്റവും വലിയ ബിസിനസ് ആരായിരിക്കും, റെസ്റ്റോറന്റ് ബാർ ആയിക്കോട്ടെ, ആരെക്കൊണ്ടും കഴിയില്ല. അങ്ങനെ അവളെ ഇനി ചാർട്ട് ഫ്ലൈറ്റ് എടുത്താലും ശരി, അല്ലാതെ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്തും വന്നെന്നുണ്ടെങ്കിൽ തന്നെ നല്ലൊരു എമൗണ്ട് ചെലവ്. ആ എമൗണ്ട് ചെലവാക്കണമെങ്കിൽ അതിന് നല്ലൊരു ഉദ്ദേശം വേണം. നല്ല ഉദ്ദേശമല്ല, ഇൻകം എന്നുള്ള രീതിയിൽ ഉദ്ദേശം വേണം. മനസ്സിലായോ? തിരിച്ചങ്ങോട്ടും പോകണ്ട, അതുപോലെ തന്നെയാണെന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും. ഇത് എത്തുമെന്നുള്ള പോലും ട്രാവൽസുകാരും എമിഗ്രൻസും പറയാം. കാരണം നിങ്ങൾ വരുന്ന സമയത്ത് ഇത് കിട്ടിക്കോളന്നില്ല, ഫ്ലൈറ്റ് കിട്ടിക്കോളാം. കാരണം വീണ്ടും അത് മാറിപ്പോവും, സമയം പോകും, മാറൊക്കെ ചെയ്യും. വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകേണ്ടി. ഇതിനൊക്കെ തയ്യാറുണ്ടെങ്കിൽ വേണമെങ്കിൽ 6000-നും 7000-നും, നമ്മളൊക്കെ 2000-നും 2500-നും പണിയെടുക്കുന്നതാണ് ഷെഫീന ബേബി. അപ്പോ നമുക്കൊക്കെ വീടെത്താൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചേക്കാം. ഇപ്പോഴും ടിക്കറ്റ് അതാ റേറ്റ്, ഒരുപക്ഷെ 1000-എങ്കിലും കുറഞ്ഞു കാണും. ആ സമയത്ത് ഈ പാപ്പിലോണ്ട്, ഞാൻ പാപ്പിലോണ്ട് ഒരു ഐറ്റം ഇയാൾക്ക് അയച്ചുതരാം. അത് ഇങ്ങോട്ട് കൊണ്ടുവരാനും തിരിച്ചങ്ങോട്ട് വിടാനും ഇത്രയും എല്ലാം എത്തിപ്പെടണമെങ്കിൽ ഇതിനകത്തൊരു സത്യമുള്ളത് വിശ്വാസിക്കുന്ന ഒറ്റ വ്യക്തി ഞാൻ ആ വിശ്വാസത്തിൽ നിൽക്കുന്നു. അപ്പൊ ഇതൊരു മേഖലയാണ്. പിന്നെ നിങ്ങൾ ഇനി പറയേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിച്ചു, ഞാൻ ഫിലിമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. എറണാകുളത്തേക്ക് ഞാൻ എൻ്റെ ഒരു ഫാമിലി കളഞ്ഞൊരു വ്യക്തിയാണ്. ഇതൊരു മറയാണ് കേട്ടോ, അത് മനസ്സിലാക്കും. അത് എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞോണം. നമുക്ക് അടിയിലൊരു പിടുത്തല്ലാത്തൊന്ന് പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അതായത് ഒരു സെലിബ്രിറ്റി ആക്കി എടുക്കുക, ഇവളെ ഒരു റിക്രൂട്ട്മെന്റ് ആക്കി എടുക്കുക എന്നുള്ളൊരു മറ ഇതിനകത്തുണ്ട്. ഈ സാധനം കാരണം ഒരു മനുഷ്യനും എന്തെങ്കിലും 7 മിനിറ്റാണ് ഒരു ഷോർട്ട് ഫിലിമിന്റെ ടൈം. 7 മിനിറ്റിനുള്ളിൽ തീർത്ത് കഴിഞ്ഞാൽ നല്ലതാണെങ്കിൽ അതിനകത്ത് അവാർഡ്. എനിക്ക് മൊമെന്റോ കിട്ടിയാണ് നല്ലൊരു ചാനലിൽ. പക്ഷെ അത് 7 മിനിറ്റിനപ്പുറം പോകാൻ പറ്റില്ല. 7 മണിക്കൂറൊക്കെ നമ്മൾ സാജു കൊടിയത്തൂരൊക്കെ അറിയാം ഇങ്ങോട്ടുള്ള. അത് 1/2 മണിക്കൂർ ടെലിഫിലിം എന്ന് പറയുന്ന അവരെ കാരണം ഈ ഫാമിലി സെന്റിമെന്റ്സ് എടുത്ത് ചെയ്യുന്ന ഒരു സംഭവം. അതൊക്കെ അതിന് ടെലിഫിലിം എന്നല്ല പറയാം, അതിനെന്താ പറയാ, എന്തൊക്കെ. അപ്പൊ ഈ കുടുംബാലി പെണ്ണുങ്ങൾ അമ്മായിമ്മ പോരൊക്കെ ചെയ്യുന്നതൊക്കെ ഈ ദിവസം വർക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു. ഇപ്പൊ ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ത്രില്ലർ മൂവിയൊക്കെ ആയിട്ട് ഒത്തിരി വെബ് സീരീസ് എടുക്കുന്നു, അല്ലെങ്കിൽ ഒക്കെ എടുക്കുന്നു. പക്ഷെ നല്ല നല്ല ഡയറക്ടേഴ്സ് ഒക്കെ എടുക്കുന്നു, ഇപ്പൊ സിനിമയിലെത്തി എടുക്കുന്നു. പക്ഷെ ആരും സ്വന്തം പ്രൊഡക്റ്റിന്റെ വശം ഒരിക്കലും പുറത്തു വിടാറില്ല. പിന്നെ ആ പ്രൊഡക്റ്റിന് വാല്യൂ ഇല്ലല്ലോ, ഉറപ്പല്ലേ? അപ്പൊ ആ പിന്നാമ്പറം ഇടുന്നതാണ് ഇവരെ ഫിനാൻഷ്യലി വാല്യൂ. അങ്ങനെ ഒരു സാധനം റിലീസ് ആവുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇല്ല എന്ന് തന്നെ പറയാം. ഇവള് കയറി വരുന്ന സമയത്ത് വരുന്ന 1-2 സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ യൂട്യൂബിൽ കിടക്കുന്നുണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു കൃത്രിമത്വം നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് എന്റെ ഭാഷ എനിക്ക് മനസ്സിലാവുന്ന അറിയില്ല. ഇങ്ങനെ ഒരു ക്രിയേറ്റിവിറ്റി കാണിച്ചിട്ട് അവള് മേക്കിംഗ് ആണ് അല്ലെങ്കിൽ നടിയാണെന്നും പറഞ്ഞ് പല ലൊക്കേഷനിലും എന്തോ ഒരു ഒഴിവില്ല. അപ്പൊ ഓക്കെ, അവൾക്ക് ഒഴിവില്ലാതെ പറയും. എന്തെങ്കിലും ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഈ രീതിയിൽ കണ്ടിട്ടുണ്ടോ? ആശയപരമായിട്ട് ചിന്തിക്കുന്ന ഒരാളെയും കണ്ടിട്ടില്ല ഞാൻ, അല്ലെങ്കിൽ ആ രീതിയിൽ നിൽക്കുന്ന ഒരാളെയും കണ്ടിട്ടില്ല. ഒഴിവില്ലാത്ത വർക്ക് കണ്ടില്ല. A to Z ഇന്ന് ഈ ടെലിഫിലിം ഷോർട്ട് ഫിലിം എന്ന ആൾക്കാർ അവോയ്ഡ് ചെയ്ത സംഭവം. ആളുകൾക്ക് ഒത്തിരി മേഖല ഉണ്ട്.
അപ്പൊ ഇതുവരെ ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ലൊക്കേഷൻ എന്ന് പറയുന്ന ആ സംഭവം ക്രിയേറ്റ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ഇവരെടുക്കുന്ന കെട്ടിപ്പിടുത്തം മറ്റുള്ള കാണിച്ചിട്ട് ഇവൾ ഓൾറെഡി ബിസി എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് അതിന്റെ അപ്പുറത്ത് നടക്കുന്ന മറ്റൊരു സംഭവമുണ്ട്. അതാണ് നിങ്ങൾ പറഞ്ഞ ഇടത്തോട്ട് പോകുന്നത്, ആണോ അല്ലേ? അപ്പൊ അതിനകത്തൊരു ഗ്രൂപ്പ് ഉണ്ട്. ഇത് റിലീസ് ആകുന്നുണ്ടോന്നും ആരും നമ്മൾ ചിന്തിക്കുന്നില്ല. നമുക്കിത് സിനിമയല്ല. ഇത് കാത്തിരിക്കുന്നില്ല. ഇപ്പൊ എന്താ ഇതിന്റെ പേര് കാത്തിരിക്കുന്നില്ല. അപ്പൊ ഈ ഗ്യാങ് എന്ന് പറയുന്നത് ഇതൊരു നല്ലൊരു ഗ്യാങ് ആണ്. എനിക്ക് കാരണം ഇതങ്ങനെ, കാരണം ഒന്നാമത്തെ ഒരു കാര്യം ആലോചിച്ചോ, ഈ സുധി എന്ന് പറയുന്നതിന് അത്യാവശ്യം കോണ്ടാക്ട് ഉണ്ട് സിനിമ ഫീൽഡിൽ. ഞാൻ നല്ല കോണ്ടാക്ട് ഉണ്ട്. എന്നെ ഒരുപാട് ഊമ്പിച്ച് എന്നെ പറ്റിച്ച അതിന്റെ മോനെ ചത്ത കിടക്കുന്ന ശവം പോലും, അത് ഞാൻ പറയുന്നില്ല. എങ്കിൽ കൂടി അവന് അത്ര കോണ്ടാക്ട് ഉണ്ട്. ആ കോണ്ടാക്ട് വെച്ചിട്ട് ഇവൾക്കും കോണ്ടാക്ട്, കാരണം ആ കോണ്ടാക്ട് ഒക്കെ യൂസ് ചെയ്ത് ഇവൾ വെച്ചിട്ട് ആ കോണ്ടാക്ട് വഴി എന്തുവേണം ആളുകളുടെ മുമ്പിൽ ഇത്ര സംഭവം പറയണം. എങ്കിൽ ആ ഒരു ഇതിന്റെ പുറത്ത് യാത്രകൾ വേണം. ഇത് നല്ലൊരു വിഷയം തന്നെയാണ്. ഇത് എനിക്കിടപെടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നേരത്തോട് പറഞ്ഞു മാത്രം. ഇതിനകത്ത് ഒന്നാമത് നിങ്ങളോട് എന്തും പറഞ്ഞാലും അപ്പം മറുപടി പറയുന്ന ആളൊന്നും 3 ദിവസമായിട്ട് വേണ്ടിയില്ല. ഞാൻ നല്ല വായിച്ചു, കാരണം എനിക്ക് പേഴ്സണലി ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് വായിച്ചത്. അല്ലെങ്കിൽ ആരും എന്തായിക്കോട്ടെ, തുണി വെച്ചിട്ട് ആൾക്കാർ ആരോട് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അവളെക്കാളും മോശമായിട്ട് പെരുമാറാൻ ഒത്തിരി ലേഡി ഉണ്ടല്ലോ അവിടെ. ആരോട് എന്തെങ്കിലും നമ്മൾ റിപ്ലൈ ചെയ്യുന്നുണ്ടോ? പോട്ടെ, കല്ലുവല്ലി. അപ്പൊ ഇതിനകത്ത് പിന്നെ ഞാനൊക്കെ വിസിറ്റിംഗ് വിസയിൽ ഒത്തിരി സംഭവിച്ചത്. രണ്ടാമത്തെ വിസിറ്റിംഗ് വരുമ്പോൾ കോഴിക്കോട് തന്നെ കുറച്ചോ നല്ല തടഞ്ഞിരുത്തില്ല. മൂന്നാമത്തെ വരുമ്പോൾ പിന്നെ നിവർത്തില്ല. പിന്നെ എന്റെ എല്ലാ ചട്ടിയും മാങ്ങയൊക്കെ തപ്പുന്ന ആൾക്കാരാണ് മനസ്സിൽ. പക്ഷെ നമ്മൾ ജോലി അന്വേഷിച്ച് പോകുന്ന സമയത്ത് അപ്പൊ മന്തിലൊക്കെ പോകുമ്പോഴൊക്കെ അതിനകത്ത് നല്ല. അപ്പൊ ഇതിന്റെ ആപ്പിലുണ്ട്. എനിക്ക് പോലും പിന്നെ ക്ഷണം വന്ന കാരണം ഞാൻ എരഞ്ഞോളി മൂസാക്കാന്റെ ചായക്കട എന്ന് പറയുന്ന ഷോപ്പിൽ വർക്ക് ചെയ്തത്. നിങ്ങളിപ്പോൾ കരാൻ പോകുന്നുണ്ട്. കാരണം ഞാൻ ബനിയാസിൽ ഉണ്ടായിരുന്നു. ഒത്തിരി ഷോപ്പിൽ കോഴിക്കോട് റെസ്റ്റോറൻറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പോൾ ഞാൻ 10 വർഷമായിട്ടുള്ളത്. ഇവളായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചാറ്റ് ഗ്രൂപ്പിലാണ്. അതിൽ എന്നെ ഉദ്ദേശിച്ചാണിത്. ഇല്ല, ഞാൻ കൊടുത്തില്ല. അതിനകത്ത് എന്താ പറയുക, ഞാൻ ഈ സുധി എന്ന് പറയുന്നത് ഞാൻ അന്ന് പറഞ്ഞു തന്നെ ഇഞ്ചി മിഠായി എന്ന് പറയുന്ന ഒരു സ്കിറ്റ് കണ്ടതോടുകൂടി ഞാൻ അത് ചിരിച്ചുകൊണ്ട് അയാൾ ബന്ധപ്പെട്ടതാണ്. അതോടുകൂടി ഞാനങ്ങ് പോയി. ഇപ്പൊ എനിക്ക് അവര് സ്വീകരിച്ച പണം കൊടുക്കാത്ത വ്യക്തിക്ക് ഇപ്പൊ പണം കൊടുത്തു കാണും. പക്ഷെ ഒരു ഇത്തിരി വർഷമായിട്ട്, അത് ഞാൻ 7 വർഷം മുമ്പത്തെ കാര്യം പറയുന്നത്, ഇത്തിരി വർഷമായിട്ട് കൊടുക്കാത്ത വ്യക്തിക്കൊക്കെ പണം ഇപ്പൊ കൊടുത്താണ്. അപ്പൊ അതുകൊണ്ട് അതിന് വായിലുണ്ടല്ലോ. ഇപ്പൊ പറഞ്ഞു ഞാൻ കൊടുത്തു എന്ന് പറയുന്ന കൈ മലത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ നമുക്കൊന്നും പറയാല്ല. പക്ഷെ അന്നൊക്കെ മൂക്കിന് ക്യാൻസർ ഒന്നും നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പൈസക്ക് തിരിമറിച്ച് ഇവൾക്ക് 24 കിലോ വന്ന്, ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ അയച്ചു തരാം. 24 കിലോ. ഇവൾക്ക് ബ്ലഡ് ഇല്ല. ജീവനും ജീവിതമൊക്കെ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്, എങ്ങനെയും ജീവിച്ചോട്ടെ. പക്ഷെ ഇതൊരാളല്ല. അപ്പൊ അതിന്റെ ബാക്കിൽ നമുക്ക് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ സക്സസ് ആവും. ഇതിന്റെ പിന്നാലെ നിങ്ങൾക്ക് വൈകാതെ കാര്യങ്ങൾ കിട്ടും. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ വീഡിയോയുടെ താഴെയും ഉണ്ടാവും കുറെ രേണു ഫാൻസ് അന്തങ്ങൾ വന്ന് കമന്റ് ഇടും. എന്തായാലും ഇപ്പൊ രേണുവിന്റെ ഫാൻസ് കുറച്ചൊക്കെ കുറഞ്ഞു എന്നാ തോന്നുന്നത്. നമുക്ക് നോക്കാം. വരും ദിവസങ്ങളിൽ രേണുവിന്റെ കുറേയധികം കുൽസിതങ്ങളൊക്കെ പുറത്ത് വരാനുണ്ട്. വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം.